അപ്പോൾ നമ്മുടെ അടുത്തൊരു ഹിനോയുടെ വർക്ക് കൂടെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത് കസ്റ്റമർക്ക് ഫുൾ ചെക്കപ്പ് ഫുൾ വർക്ക് കമ്പനി സർവീസുള്ള വണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1.12 ആയി. അപ്പോൾ 1,00,000 കിലോമീറ്റർ സർവീസ് പോലെ നമ്മൾ കംപ്ലീറ്റ് A to Z വർക്കാണ് കസ്റ്റമർ പറഞ്ഞത്. എന്തെല്ലാം കംപ്ലൈൻറ്റ് ഉണ്ട് ആ കംപ്ലൈൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഓടിച്ച് നോക്കിയപ്പോൾ കസ്റ്റമർ ആദ്യം നമ്മൾ കൊണ്ടുവന്ന് വണ്ടി കാണിച്ചിട്ട് പിന്നെ കോയമ്പത്തൂർ പോയി കോയമ്പത്തൂരിൽ നിന്ന് വണ്ടി എടുക്കുകയാണ് ചെയ്തത്. കോയമ്പത്തൂരിൽ നിന്ന് എടുത്തിട്ട് കോയമ്പത്തൂരിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നമുക്ക് വർക്ക് കഴിഞ്ഞിട്ട് തൃശ്ശൂരാണ് വണ്ടി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പും ഉണ്ട്. എവിടെയാണെന്നുണ്ടെങ്കിലും വണ്ടി വന്ന് എടുത്തിട്ട് സർവീസ് ചെയ്ത് തിരിച്ചുകൊണ്ട് എത്തിക്കുന്നതാണ്. എവിടെയാണെന്നുണ്ടെങ്കിലും കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും തമിഴ്നാടാണെന്നുണ്ടെങ്കിലും നമ്മൾ വണ്ടി എടുത്തിട്ട് സർവീസ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആക്കി തിരിച്ച് കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ വണ്ടി ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു. വൈബ്രേഷൻ, അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ടൈറ്റ്, സസ്പെൻഷൻ്റെ കംപ്ലയിൻറ്റ്, വണ്ടി ഇങ്ങനെ ആഞ്ചി പോകും. അത് കസ്റ്റമറുടെ അടുത്ത് ഞാൻ ഓടിക്കുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്താണ്. പിന്നെ കുറേ ഭാഗത്ത് ടച്ചപ്പും പെയിൻറ്റും പോളിഷും പറഞ്ഞ മാതിരി അങ്ങനെ കുറേ വർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ A to Z നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലെ സസ്പെൻഷൻ ഷോക്ക് ആയാലും ശരി കംപ്ലീറ്റും കസ്റ്റമർ പറഞ്ഞത് കംപ്ലീറ്റും OE പാർട്സ് ഇടാനാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് എല്ലാം OE പാർട്സിൻ്റെ ആവശ്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ OE ഇട്ട് കഴിഞ്ഞാൽ റേറ്റും നല്ല വ്യത്യാസം വരുന്നുണ്ട്. OE ബ്രാൻഡിൽ വരുന്ന സാധനമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഫ്രണ്ട് സസ്പെൻഷൻ ആണെങ്കിൽ ഗബ്രിയിൽ ഇട്ടിട്ടുണ്ട്, ബാക്കിലാണെങ്കിലും ഗബ്രിയിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ മൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറിജിനൽ ഇട്ടിട്ടുണ്ട്. ഒറിജിനൽ റബ്ബർ പാർട്സ് വരുന്നതെല്ലാം ഒറിജിനലും അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നോർമലും അങ്ങനെയാണ് ഇട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ലൂക്കിൻ്റെയാണ് ഇട്ടേക്കുന്നത്. റിലേസിംഗ് ബെയറിംഗ് ഒറിജിനലാണ് ഇട്ടേക്കുന്നത്. അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് അഴിച്ചതിന് ശേഷം ABSൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട്. അത് വന്നിട്ട് അതിൻ്റെ സെൻസർ പിടിപ്പിച്ചത് കറക്റ്റ് അല്ലാതെ ആയിരിക്കും ആ വാർണിംഗ് ലൈറ്റ് ABSൻ്റെ കത്തുന്നത്. അത് നമുക്ക് അഴിച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ടൊന്ന് ക്ലിയർ ചെയ്താൽ മതി. ചില സമയങ്ങളിൽ പിടിപ്പിക്കുമ്പോൾ ആ സെൻസർ കറക്റ്റായിട്ട് സീറ്റിംഗ് ആകാതിരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതുപോലെ ABSൻ്റെ വാർണിംഗ് ലൈറ്റ് കത്തും. അത് നമ്മൾ എടുത്തിട്ട് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏത് സൈഡാണ് ഈ കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ആ കംപ്ലയിൻറ്റ് ആ സൈഡ് നമുക്ക് ആ സെൻസർ ഒന്നുകൂടെ അഴിച്ചിട്ട് ഒന്ന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് വരും. എന്താ വെച്ചാൽ ഇന്നോവയുടെ ഒന്നും ABSൻ്റെ സെൻസർ കംപ്ലയിൻറ്റേ വരില്ല, ചാൻസേ ഇല്ല. വയറ് കട്ടാകുക അല്ലാണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുക സെൻസർ ഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് സെൻസറിൻ്റെ വീക്ക് കൊണ്ട് ഒരു കംപ്ലയിൻറ്റും വരില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. സെൻസർ ഫോൾട്ട് വരുന്ന വയറിങ് എവിടെയെങ്കിലും കട്ടാവും. ഇതിൻ്റെ വെച്ചാൽ നല്ല ലെങ്ത്തുള്ള വയറാണ്. ആ വയറ് മടങ്ങിയിട്ടാണ് വരുന്നത്. ആ സമയത്ത് എവിടെയെങ്കിലും കട്ടാകാൻ ചാൻസ് ഉണ്ട്, അല്ലാതെ സെൻസറിൻ്റെ ഫോൾട്ട് വരില്ല. പിന്നെ ടച്ച് ചെയ്ത ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ബമ്പർ അടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ അലോയ് വീല് ഫുള്ളായിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്. അലോയ് വീല് നേരത്തെ അതേ കളറായിരുന്നു, ആ സെയിം കളറിൽ തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫെൻഡർ അടിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പുറ സൈഡാണെന്നുണ്ടെങ്കിൽ ഈ ഫെൻഡർ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഈ ഡോറും നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്.
തന്നെ സൈഡിൽ വരുന്ന സ്കേർട്ടും നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. മാച്ചിങ് ഒക്കെ കറക്റ്റ് മാച്ചാണ്. അതിപ്പോഴും സിൽവർ അടിക്കുമ്പോഴാണ് നമ്മൾ ഇത്തിരി സൂക്ഷിച്ച് അടിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ അടിക്കുമ്പോൾ അടിയിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തറിയും. അപ്പോൾ ഈ ഫ്രണ്ട് ബമ്പർ, ഫെൻഡർ, സൈഡ് ഡോറ്, അതുപോലെ തന്നെ ഇതും, അതുപോലെ റൂഫ് ടോപ്പിലും ചെറിയൊരു ടെൻറ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ നിവർത്തിയിട്ട് അതും അടിച്ചിട്ടുണ്ട്. പിന്നെ റിയർ ബമ്പറും നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ പെയിൻറ്റിങ് വർക്കായിട്ട് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. അലോയ് വീലും 4 അലോയ് വീലും പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇതിൽ ചെയ്തിരിക്കുന്ന സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാരക സൗണ്ട് സിസ്റ്റമാണ്. സറൗണ്ടിങ് സിസ്റ്റം തന്നെ പറയാം. ഇരുന്ന് കഴിഞ്ഞാൽ ഒരു തിയേറ്ററിൽ ഇരിക്കുന്ന ഒരു പക്ക ഫീൽ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഹെഡ്സിൻ്റെ ആണ് സബ് വെച്ചേക്കുന്നത്. 2 സബ്ബൊക്കെ വെച്ചിട്ട് പക്ക ട്യൂണിങ് ആണ്. ഹെഡർ വന്നിട്ട് പൈനിയറിൻ്റെ ഹെഡറാണ് കൊടുത്തിരിക്കുന്നത്. പൈനിയറിൻ്റെ ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി സൗണ്ടായിരിക്കും, അതുപോലെ തന്നെ കേൾക്കാനും നല്ല രസമായിരിക്കും. അതുപോലെ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കേൾക്കാനൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് കേൾക്കുമ്പോൾ നല്ല രസമാണ്. ഒരു എന്താ പറയുക, ഒരു ശരിക്കും ഒരു തിയേറ്ററിൽ ഇരുന്നൊരു ഫീലിംഗ് ഇതിനകത്ത് നല്ലവണ്ണം വരുന്നുണ്ട്. പിന്നെ നേരത്തെ ഉണ്ടായ ഫോൾട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ, വൈബ്രേഷൻ, മെയിനായിട്ട് വൈബ്രേഷനും അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ഫോൾട്ടുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ബാക്ക് സസ്പെൻഷൻ അത് ഫുള്ളായിട്ട് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട് സസ്പെൻഷൻ്റെ ഭാഗം ഇപ്പോൾ ഷോക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയറിലാണെന്നുണ്ടെങ്കിൽ സീറ്റ് ബോൾട്ട് ടൈറ്റ് ചെയ്ത്, അതുപോലെ തന്നെ ഡോർ പാഡ്, സീറ്റ് ബോൾട്ടും ഡോർ പാഡും ടൈറ്റ് ചെയ്താൽ തന്നെ ഏകദേശം 100-ഒരു 90% കംപ്ലൈൻറ്റ് സോൾവ് ആകും. അതിൻ്റെയാണ് ഈ ഇന്നോവയിലൊക്കെ കൂടുതലും വരുന്നത്. അതിൻ്റെയാണ് ഈ വൈബ്രേഷൻ ഗിറെന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കംപ്ലീറ്റും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ABSൻ്റെ സെൻസറിൻ്റെ വാർണിംഗ് ലൈറ്റും കൂടെ ഇതാക്കിയിട്ട് കെടുത്തിയിട്ട് നമുക്ക് വണ്ടി എന്തായാലും ഡെലിവറി ചെയ്യാം. ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഫിനിഷിംഗ് ഒന്ന് ലാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലോസ് ചെയ്തിട്ട് വണ്ടി ഡെലിവറി ചെയ്യാം. പിന്നെ ആകെ ഉള്ള സൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റീരിയോ ഒന്ന് ചെറിയൊരു സൗണ്ട്, ഗിറെന്നൊരു സൗണ്ട് മാത്രം വരുന്നുണ്ട്. ബാക്കിയെല്ലാം ഓക്കെയാണ്. കസ്റ്റമർ പറഞ്ഞ കംപ്ലൈൻറ്റുകൾ നമ്മൾ പക്ക നോട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.